Angel Armina, Academic Counselor, IGNOU RC Cochin 1400. നമ്മളുടെ ഇന്നത്തെ കോഴ്സ് BPCC 132 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി. നമ്മൾക്ക് 5 ബ്ലോക്സ് ആണുള്ളത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജിയിൽ. ഇന്നത്തെ ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി, സെക്കൻഡ് ബ്ലോക്ക് ഇൻഡിവിജ്വൽ ലെവൽ പ്രോസസ്സസ്, തേർഡ് ബ്ലോക്ക് ഇന്റർപേഴ്സണൽ പ്രോസസ്സസ്, ഫോർത്ത് ബ്ലോക്ക് ഗ്രൂപ്പ് ഡൈനമിക്സ്, ഫിഫ്ത്ത് ബ്ലോക്ക് കൾച്ചർ, സെൽഫ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ. അതിൽ ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക് 3 ആണ് കംപ്ലീറ്റ് ചെയ്തത്. ലാസ്റ്റ് ഹ്യൂമൻ അഗ്രഷൻ ആയിരുന്നു ഇന്നലത്തെ ക്ലാസ്സിൽ. ഇനിയിപ്പോൾ നമ്മൾ ബ്ലോക്ക് 4 ആണ് എടുക്കുന്നത്, ഗ്രൂപ്പ് ഡൈനമിക്സ്. ഗ്രൂപ്പ് ഡൈനമിക്സിൽ 2 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 8 ഗ്രൂപ്പ് ഡൈനമിക്സ് എന്ന് തന്നെയാണ് പേര്. യൂണിറ്റ് 9 സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഇപ്പോൾ യൂണിറ്റ് 8 ഗ്രൂപ്പ് ഡൈനമിക്സ്. ആദ്യം ഇൻട്രൊഡക്ഷൻ. നമുക്കറിയാം, സോഷ്യൽ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വളരെ റെയർ ആയിട്ടാണ് എലോൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥ വരുന്നത്. ലൈക്ക് നമ്മളിപ്പം വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾക്ക് ചുറ്റും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, സ്കൂളിലാണെങ്കിൽ നമുക്ക് ചുറ്റും ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്, ഓഫീസ് സ്റ്റാഫ്, അങ്ങനെ ആളുകളുണ്ടാവും. ദെൻ ഇനിയിപ്പോൾ നമ്മളൊരു ഓഫീസിലാണെങ്കിൽ നമുക്ക് ചുറ്റും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഉണ്ടാവും. നമ്മൾ റോഡിലാണെങ്കിൽ നമ്മുടെ പോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവുന്നു. ഒരു പാർക്കിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സ് ഉണ്ടാവുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥകൾ വളരെ കുറവാണ്. റെയർലി എലോൺ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഈ നമ്മൾക്ക് ചുറ്റുമുള്ള ഈ ആളുകളെ നമ്മൾ നോക്കുമ്പം അതിനകത്ത് കുറച്ച് പേരെ നമുക്ക് അറിയേയില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പാർക്കിലിരിക്കുമ്പോൾ നമുക്ക് കൂടെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആളുകളും അവിടെ ഉണ്ട്. സോ അങ്ങനെ പല റേഞ്ചിലെ ആളുകൾ നമ്മളുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഫാമിലിയിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷെ നമ്മൾ ഒരു പാർക്കിലോ അല്ലെങ്കിൽ നമ്മൾ റോഡിലോ ആകുമ്പോൾ നമ്മുടെ പോലെ ട്രാവൽ ചെയ്യുന്ന ആളുകളെ പലരെയും നമുക്ക് അറിയില്ല. അപ്പം അങ്ങനെ ആ ഒരു റേഞ്ചിലാണ്. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ റെയർ ആയിട്ടാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരവസ്ഥ വരുന്നുള്ളൂ. ആൻഡ് ഫ്യൂ ഓഫ് ദം ഇൻട്രാക്ട് വിത്ത് എസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഈ ഒരു റേഞ്ച് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ചില ആളുകൾ നമ്മളത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരായിരിക്കും. ചിലർ ഇടയ്ക്കൊക്കെ ഇൻട്രാക്ട് ചെയ്യും, ചിലവർ ഒട്ടും തന്നെ അല്ലെങ്കിൽ വളരെ റെയറായിട്ട് നമ്മളടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരും. അപ്പം അങ്ങനെ പല തരത്തിൽ നമ്മളുടെ അടുത്ത് ഇൻട്രാക്ഷൻ ഉള്ള ആളുകളായിരിക്കും നമ്മളുടെ ചുറ്റും ഉണ്ടാവുന്നത്. സോ വാട്ട്സ് എവർ ദ ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ, ദേ ഓൾ ഇൻഫ്ലുവൻസ് അവർ ബിഹേവിയർ. അപ്പം ഏത് തരത്തിലുള്ള ഇൻട്രാക്ഷൻ ആണെങ്കിൽ പോലും നമ്മൾക്ക് പറയാം അവർക്കൊക്കെ നമ്മളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കും. ലൈക്ക് ഇപ്പം നമ്മളൊരു സ്ട്രേഞ്ചർ, നമ്മൾ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ കാൽ തട്ടി വീണു. ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു സ്ട്രേഞ്ചർ ആയിരിക്കും. അപ്പം അവരോട് നമ്മൾ താങ്ക്സ് പറയുന്നു. അവരുടെ ഒരു ബിഹേവിയർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമ്മുടെ ഒരു ബിഹേവിയർ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പം പക്ഷെ പിന്നീട് നമ്മൾ അവരെ കാണേണ്ട ഒരു സാഹചര്യം പോലും വരുന്നില്ല. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പൊ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, അതിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. സോ ഇൻ ദിസ് യൂണിറ്റ് വി വിൽ ഡിസ്കസിങ് അബൌട്ട് ദ പേഴ്സൺസ് ഹൂം വി നോ. അപ്പം നമ്മൾക്ക് അറിയുന്ന ആളുകൾ ആരാണ്, അതുപോലെ നമ്മൾക്ക് എത്രത്തോളം ഇൻട്രാക്ഷൻ മറ്റുള്ളവരുമായിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ അവരുമായിട്ട് കണക്റ്റഡ് ആവുന്നത്, എങ്ങനെയാണ് ഇൻഫാക്ട് ഒരു ഗ്രൂപ്പിന്റെ ഒരു പാർട്ടായി നമ്മൾ മാറുന്നത്. അതുപോലെ അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഒരു പാർട്ടായി കഴിയുമ്പോൾ എന്തൊക്കെ നീഡ്സ് ആണ് നമ്മളുടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ആളുകൾ നമ്മളുടെ ഒരു കോർ പേഴ്സണാലിറ്റീനെ ഷേപ്പ് ചെയ്യുന്നതിൽ അവരുടെ ഒരു പങ്ക് എന്താണ്, ആൻഡ് വാട്ട് ആർ ദ കോസസ് ബിഹൈൻഡ് മോസ്റ്റ് ഓഫ് അവർ ആക്ഷൻസ്. So these are the points which we are going to discuss in this unit. ആദ്യം ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഗ്രൂപ്പിന്റെ ഒരു ഡെഫിനിഷൻ തന്നിരിക്കുന്നത്, ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം. സോ ഗ്രൂപ്പ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കളക്ഷൻ ഓഫ് പീപ്പിൾ. ഒരു 2-ൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പ്, 2-ൽ കൂടുതൽ ആൾക്കാരുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പീപ്പിൾ ഹു പെർസീവ് ദംസെൽസ് ടു ബി ബോണ്ടഡ് ടുഗെദർ. അപ്പം നമ്മൾ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവുന്നു, ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നു, ഇൻ എ കൊഹറന്റ് യൂണിറ്റ്. അപ്പോൾ ഒരു യോജിച്ച ഒരു അവസ്ഥ നമ്മൾക്ക് അവിടെ തോന്നുകയാണ് ടു സം ഡിഗ്രി. അപ്പോൾ ആ ഡിഗ്രിക്ക് വ്യത്യാസമുണ്ട്, ഡിപ്പെൻസ് ഓൺ ദ ഗ്രൂപ്പ്. നമ്മൾ ഒരു പ്രൈമറി ഗ്രൂപ്പ് പോലെ ഒരു ഫാമിലി മെമ്പർ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊഹറൻസ് കൂടുതലായിരിക്കും. അപ്പം അത് പല ഡിഗ്രിയിലായിരിക്കും അത് വരുന്നത്.
അപ്പോൾ എനിവേ നമുക്ക് പറയാം ഗ്രൂപ്പ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കളക്ഷൻ ഓഫ് പീപ്പിൾ ഹു പെർസീവ് ദംസെൽസ് ടു ബി ബോണ്ടഡ് ടുഗെദർ ഇൻ എ കൊഹറന്റ് യൂണിറ്റ് ടു സം ഡിഗ്രി. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗ്രൂപ്പ്. ഗ്രൂപ്പിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. അപ്പം ഇതിൽ ആദ്യം പറയുന്നത് കളക്ഷൻ ഓഫ് 2 or more ഇൻഡിവിജ്വൽസ്, രണ്ടോ രണ്ടിൽ കൂടുതലോ ആളുകൾ, ഹു പെർസീവ് ദംസെൽസ് ആസ് എ മെമ്പർ ഓഫ് എ ഗ്രൂപ്പ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ മെമ്പറാണ് ഞാൻ എന്ന് നമ്മൾക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഇന്ന ഫാമിലിയിലെ മെമ്പറാണ് ഞാൻ, ഇന്ന സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണ് ഞാൻ, ഇന്ന ഓഫീസിലെ സ്റ്റാഫാണ് ഞാൻ. അപ്പം അങ്ങനെ നമ്മൾക്ക് നമ്മൾ തന്നെ പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ മെമ്പേഴ്സ് ഹാവ് കോമൺ മോട്ടീവ്സ്. അപ്പം നമ്മളൊരിപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുക കുട്ടികൾ എന്ന് പറയുന്ന ഒരു കോമൺ മോട്ടീവ് അവിടെ വരുന്നുണ്ട്. ആൻഡ് ദ മെമ്പേഴ്സ് ആർ ഇൻട്രാക്ടിങ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആൻഡ് ഇന്റർഡിപ്പെൻഡൻറ്റ്. അപ്പം ഈ മെമ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും. ഇപ്പം നമ്മൾക്ക് മുകളിൽ ആരാണോ നമ്മുടെ ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ് അല്ലെങ്കിൽ സുപ്പീരിയർ ആരാണോ അവരുമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ ടോട്ടലി ഡിഫറെൻറ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലെവലിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ട വരാറുണ്ട്. ആൻഡ് ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം ഒരാളുടെ വർക്ക് വേറൊരാളുടെ വർക്കുമായിട്ട് ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ ഒരാളുടെ വർക്ക് അല്ലെങ്കിൽ ഒരു മെമ്പർ വേറൊരു മെമ്പറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ആൻഡ് ദ മെമ്പേഴ്സ് ബിഹേവിയർ ഗവേൺഡ് ബൈ സർട്ടൺ റോൾസ് അസൈൻഡ് ടു ദം ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് ദർ സ്റ്റേറ്റസ് ഇൻ ദ ഗ്രൂപ്പ്. അപ്പം ഈ മെമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പെർഫോം ചെയ്യേണ്ടതായ റോൾസ് ഉണ്ട്, നോംസ് ഉണ്ട്. അപ്പോൾ ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതനുസരിച്ചാണ് നമുക്ക് ആ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റേറ്റസ് ഉണ്ട്. അതായത് അവിടെ കൃത്യമായിട്ടൊരു ഹൈറാർക്കി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഫാമിലി എന്ന് പറയുമ്പം ഹെഡ് ഓഫ് ദ ഫാമിലിക്ക് നമ്മൾ കൊടുക്കുന്നൊരു സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസിനനുസരിച്ചിട്ട് അവർക്ക് റോൾസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർ നമ്മൾക്കും റൂൾസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നോംസും റെഗുലേഷൻസും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ചേരുമ്പോഴാണ് നമുക്കൊരു ഗ്രൂപ്പ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, നൗ ഈ ഗ്രൂപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താണ് നമുക്കൊരു ബെനിഫിറ്റ്? ഞാൻ ആ ഒരു ക്ലബിലെ മെമ്പറാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഫാമിലിയിലെ മെമ്പറാണ്, ഞാൻ ഇന്ന ഓഫീസിലാണ്, ഇന്നൊരു ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഇന്നൊരു സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണ് ഞാൻ. അപ്പം ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ നീഡാണ് നമ്മുടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. സോ ഏതൊക്കെ നീഡാണ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത് ത്രൂ ഗ്രൂപ്പ്സ്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് അഫിനിറ്റീവ് നീഡ്. അഫിനിറ്റീവ് നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു നീഡ്, സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നീഡ്. അപ്പം ആ ഒരു ബിലോങ്ങിങ്നെസ് നമുക്ക് തോന്നുന്ന ആ ഒരു അവസ്ഥ. അപ്പം അങ്ങനെ ഒരു ബോണ്ടിങ് വരാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നീഡ് ഇതിലൂടെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തത് ഈഗോയിസ്റ്റിക് നീഡ്സ്. ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ക്ലബിലെ മെമ്പറാണ് എന്ന് പറയുമ്പം എനിക്ക് അവിടെ ഒരു സെൽഫ് വെർത്ത് തോന്നുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് അത്, അല്ലെങ്കിൽ ഇപ്പം ഒരു സർവീസ് ലെവലിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അത്രയും ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ആ ഒരു ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ് ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ സെൽഫ് എസ്റ്റീമും എൻ്റെ സ്റ്റേറ്റസും അതനുസരിച്ച് ഒരു ഹയർ ലെവലിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം എൻ്റെ അത്തരത്തിലുള്ള എൻ്റെ ഈഗോയിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, ബിക്കോസ് ഐ ആം a member of that particular group. Then അടുത്തത് ഫങ്ഷണൽ നീഡ്. അപ്പം എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കാം ചിലപ്പം ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഗുണം. ദെൻ എൻ്റെ വർക്ക് റുട്ടീനിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലായതുകൊണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ബോർഡമോ അല്ലെങ്കിൽ എൻ്റെ ഒരു ലേസിനെസ്സോ ഇതൊക്കെ മാറ്റാനായിട്ടും ആ ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ എനിക്ക് സാധിക്കാറുണ്ട്. അപ്പം ആ ഗ്രൂപ്പിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ ഞാൻ ഇരിക്കുമ്പം എൻ്റെ ഒരു ഫങ്ഷണൽ നീഡും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നു. ലാസ്റ്റ് വൺ ഇസ് കോഗ്നിറ്റീവ് നീഡ്. അതായത് ഞാനൊരു തീരുമാനം എടുത്തു, അപ്പം ആ ഒരു തീരുമാനം ശരിയാണ് എന്ന് എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് പറയുമ്പം എൻ്റെ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക വാലിഡേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ വരുന്നുണ്ട്. അപ്പം ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഞാനൊരു തീരുമാനം എടുത്തു, ആ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും എൻ്റെ ആ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, സോ അതാണ് ലാസ്റ്റ് നീഡ് പറയാൻ. സാറ്റിസ്ഫൈഡ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ദ റിയാലിറ്റി
ത്രൂ ഡെവലപ്പിംഗ് കൺസെൻസസ് എമംഗ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. അപ്പോൾ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കതൊരു വാലിഡേറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയും അവിടെ വരുന്നുണ്ട്. സോ ദീസ് ആർ ദ 4 നീഡ്സ്. ആദ്യമേ പറഞ്ഞത് അഫിനിറ്റീവ് നീഡ്സ്, ദെൻ ഈഗോയിസ്റ്റിക് നീഡ്സ്, ഫങ്ഷണൽ നീഡ്സ് ആൻഡ് കോഗ്നിറ്റീവ് നീഡ്സ്. 4 നീഡ്സ് ആണ് പറയുന്നത്. ദെൻ കംസ് ദ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ്. അപ്പം നമ്മൾ ആദ്യം നോക്കിയത് ഡെഫിനിഷൻ ആണ് അല്ലേ. ഡെഫിനിഷൻ നോക്കി, കോൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. ദെൻ എന്തൊക്കെ നീഡ്സ് ആണ് നമ്മളൊരു ഗ്രൂപ്പിൽ ഇരിക്കുന്നത് വഴി എന്തൊക്കെ നീഡ്സ് ആണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് വരുന്നത് ഒരു സട്ടിൽ ക്രൈറ്റീരിയനെ വെച്ചിട്ട് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്, ഒന്ന് പെർസീവ്ഡ് ബോണ്ട് എമംഗ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. അപ്പോൾ ആ ഒരു പെർസീവ്ഡ് ബോണ്ട്, ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലൊരു പെർസീവ്ഡ് ബോണ്ടിങ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോമൺ ബോണ്ട് ഗ്രൂപ്പ്, രണ്ടാമത്തത് കോമൺ ഐഡന്റിറ്റി ഗ്രൂപ്പ്. ഇങ്ങനെ 2 ഗ്രൂപ്പാണ് പറയുന്നത്. അപ്പം ഇതിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ പെർസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിനെ ഞാൻ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, അതിനനുസരിച്ച് 2 ഗ്രൂപ്പാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് കോമൺ ബോണ്ട് ഗ്രൂപ്പ്. കോമൺ ബോണ്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഉണ്ട്. അതുപോലെ ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ക്രിക്കറ്റ് ടീമിലെ പ്ലെയേഴ്സ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമൺ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ്റെ പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങും ഉണ്ട്. അതായത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഒരേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കോമൺ ബോണ്ടിങ്ങിന്റെ പോസിബിലിറ്റി അവിടെ കൂടുതലാണ്. അത്തരത്തിലുള്ള ഗ്രൂപ്പിനെ നമ്മൾ കോമൺ ബോണ്ട് ഗ്രൂപ്പ് എന്ന് പറയും. രണ്ടാമത്തത് കോമൺ ഐഡന്റിറ്റി ഗ്രൂപ്പ്. കോമൺ ഐഡന്റിറ്റി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വേണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ റെയർ ആയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, സിറ്റിസൺസ് ഓഫ് എ കൺട്രി, നമ്മൾ ഇന്ത്യൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യൻസ് എല്ലാവരും ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അവിടെ വളരെ റെയർ ആയിരിക്കും. പക്ഷെ പറയുമ്പോൾ എന്താ, ഞാനൊരു ഇന്ത്യൻ ആണ് എന്ന് പറയുന്ന അപ്പോൾ ഒരു കോമൺ ഐഡന്റിറ്റി എനിക്ക് വരികയാണ്. ഓക്കെ, അതുപോലെ ഞാൻ ഇന്ന യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന ആ ഒരു ഐഡന്റിറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കോമൺ ഐഡന്റിറ്റി ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പെർസീവ്ഡ് ബോണ്ട് എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ് നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാം, കോമൺ ബോണ്ട് ഗ്രൂപ്പും കോമൺ ഐഡന്റിറ്റി ഗ്രൂപ്പ്. ദെൻ അടുത്തത് എൻറ്റിറ്റേറ്റിവിറ്റി. എൻറ്റിറ്റേറ്റിവിറ്റി എന്ന് പറയുന്നത് കൊഹറൻസ്, അതായത് എത്രത്തോളം യോജിപ്പുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ 2 ഗ്രൂപ്പാണ് വരുന്നത്. ഒന്ന് ലോ എൻറ്റിറ്റേറ്റിവിറ്റി ഗ്രൂപ്പും അടുത്തത് ഹൈ എൻറ്റിറ്റേറ്റിവിറ്റി ഗ്രൂപ്പും. അപ്പൊ എൻറ്റിറ്റേറ്റിവിറ്റി എന്ന് പറയുമ്പം എത്രത്തോളം യോജിപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ ലോ എൻറ്റിറ്റേറ്റിവിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരേ സമയം ഒരേ സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഓക്കെ, അപ്പം അവരെ നമുക്ക് പറയാം ലോ എൻറ്റിറ്റേറ്റിവിറ്റി ഗ്രൂപ്പ് എന്ന് പറയാം. എന്നാൽ അതിൻ്റെ അപ്പുറത്തെ എക്സ്ട്രീമിലേക്ക് വരുമ്പോൾ ഹൈ എൻറ്റിറ്റേറ്റിവിറ്റി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഫാമിലി എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തുമായിരിക്കും ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വന്നു? ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വന്നു, ഒരു കോമൺ ഗോള് വന്നു. ദെൻ ഈ ഒരു ഫാമിലിയും വേറൊരു ഫാമിലിയും തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അതായത് ഞാൻ ഈ ഒരു ഫാമിലിയിലെ മെമ്പറാണ്, അപ്പോൾ അടുത്തൊരു ഫാമിലി എന്ന് പറയുമ്പം അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഗ്രൂപ്പ് ഇസ് എ കോൺസിക്വൻസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പം മെമ്പേഴ്സിന്റെ ഒരു കോൺസിക്വൻസ് ആണ് ശരിക്കും പറഞ്ഞ ഗ്രൂപ്പ്. അപ്പം ഈ മെമ്പേഴ്സ് ചേർന്ന് വരുമ്പോഴാണ് ആ ഒരു ഗ്രൂപ്പ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. അപ്പം ബേസ്ഡ് ഓൺ എൻറ്റിറ്റേറ്റിവിറ്റി 2 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്, ഒന്ന് ലോയും ഒന്ന് ഹൈ എൻറ്റിറ്റേറ്റിവിറ്റി ഗ്രൂപ്പും. ഓക്കെ, ദെൻ അടുത്തത് പ്രൈമറി വേഴ്സസ് സെക്കൻഡറി ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? അപ്പം അവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് മാറാനും പറ്റില്ല. നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന ഒരു ഫാമിലിയിലെ മെമ്പറാണ്.
ഇപ്പം നമ്മളാണോ ഞാൻ ആ ഒരു ഫാമിലിയിലെ മെമ്പർ ആവുന്നത്? ഐ മീൻ നമ്മൾ ചൂസ് ചെയ്തിട്ടല്ലല്ലോ വരുന്നത്. അതായത് എൻ്റെ അച്ഛനെയും അമ്മേനെയും തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ. സോ അങ്ങനെ വരുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുക. അപ്പം നമുക്ക് ആ ഗ്രൂപ്പിനെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അതിൽ നിന്ന് ഞാൻ ഈ ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ഈ ഫാമിലിയിലെ മെമ്പർ അല്ല എന്ന് പറഞ്ഞ് നമുക്ക് ലീവ് ചെയ്യാനും പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഫോർമേഷൻസ് ഹൂസ് മെമ്പേഴ്സ് ആർ കൺഫേർഡ് ടു ദ ഇൻഡിവിജ്വൽ സച്ച് എസ് ഫാമിലി, കാസ്റ്റ്. അപ്പൊ ഫാമിലി പോലെ തന്നെ ഇപ്പൊ കാസ്റ്റ്, അപ്പൊ ഞാൻ ഇന്ന കാസ്റ്റിലാണ് എന്ന് നമ്മൾ പറയാം. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇപ്പൊ നമുക്ക് മാറ്റാം. അതായത് ഞാൻ ഈ ഒരു കാസ്റ്റിൽ നിന്ന് ഈ ഒരു കാസ്റ്റിലേക്ക് മാറുകയാണെന്ന് എനിക്ക് പറയാം. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ എനിക്കത് ചൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല ബൈ ബർത്ത് നമ്മൾ നോക്കുമ്പോൾ. ആൻഡ് ഇനി സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുമ്പം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡറി ഗ്രൂപ്പ്. അപ്പൊ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു മോട്ടീവിന് വേണ്ടി അല്ലെങ്കിൽ മോട്ടീവ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചോയ്സിൽ എടുക്കുന്നതാണ് ഈ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ മെമ്പർ ആവാൻ തീരുമാനിച്ചു. അപ്പോൾ ദാറ്റ് ഇസ് മൈ ഡിസിഷൻ. അപ്പം അവിടെ എൻ്റെ ചോയ്സാണ് വരുന്നത്. ദെൻ വർക്ക് ഗ്രൂപ്പ്, ഞാൻ ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ എൻ്റെ പേരൻസ് പറഞ്ഞു ഞാൻ ഇന്നൊരു ഓഫീസിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവിടെയും ചോയ്സസ് വരുന്നുണ്ട്. അപ്പൊ മനുഷ്യർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് എന്നാണ് നമുക്ക് അപ്പൊ സെക്കൻഡറി ഗ്രൂപ്പിനെ പറയാൻ പറ്റുക. ആൻഡ് ഹിയർ ദ മെമ്പർഷിപ്പ് ഈസ് വോളണ്ടറി ആൻഡ് ദ പേഴ്സൺ ഹാസ് ആൻ ഓപ്ഷൻ ടു റിലിങ്ക്വിഷ് ദ ഗ്രൂപ്പ്. അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഈ ഒരു അവസ്ഥയിലുണ്ട്. സോ പ്രൈമറി ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ്. ദെൻ അടുത്തത് ഫോർമൽ വേഴ്സസ് ഇൻഫോർമൽ ഗ്രൂപ്പ്. ഇപ്പൊ ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പം അവിടെ കൃത്യമായ റൂൾസും റെഗുലേഷൻസും ഫങ്ഷൻസും സ്റ്റേറ്റസും എല്ലാം വരുന്നുണ്ട്, റോൾസും ഒക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ഗ്രൂപ്പാണ് ഫോർ എക്സാമ്പിൾ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ. സ്കൂളിൽ നമുക്കറിയാം സ്പെസിഫിക് റൂൾസ് ഉണ്ട്. സ്റ്റുഡൻസിന് ഇന്ന റൂളുണ്ട്, ടീച്ചേഴ്സിന് ഇന്ന റൂളുണ്ട്. അപ്പം അവരുടെ ഒരു ഡെഫിനിറ്റ് പേർപ്പസ് അല്ലെങ്കിൽ ഒരു ഗോൾ എന്ന് പറയുന്നത് എന്താ? ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ഡെഫിനിറ്റ് പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കോമൺ പേർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ അവിടെ ഡെഫിനറ്റ് ആയിട്ടും സ്റ്റേറ്റസും നോംസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അവിടെ ഇപ്പോൾ ഒരു ഹയർ അതോറിറ്റി എന്ന് പറയുമ്പോൾ ആരാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ വരുന്നവരാണ്. അപ്പൊ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഹയറാർക്കി മനസ്സിലാവും. ആൻഡ് ഓരോ ലെവലിൽ ഇരിക്കുന്ന ആളുകൾക്കും കൃത്യമായ റൂൾസും റെഗുലേഷൻസും നോംസും എല്ലാം വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഗ്രൂപ്പിനെ വി കോൾ ഇറ്റ് ആസ് ഫോർമൽ ഗ്രൂപ്പ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഫോർമൽ ഗ്രൂപ്പ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു കോളനിയിൽ ഉള്ള കുട്ടികൾ അല്ലെ അല്ലെങ്കിൽ ഒരു പാർക്കിൽ ഗ്യാദർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ, അല്ലെങ്കിൽ ഒരു പാർക്കിൽ ഗ്യാദർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അഡോൾസൻ ഗ്യാങ് എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്നാ പറയാം. അപ്പൊ അവിടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾസോ റെഗുലേഷൻസോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഗ്രൂപ്പാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഒക്കെ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം. സോ ഫോർമൽ വേഴ്സസ് ഇൻഫോർമൽ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ പറഞ്ഞത് പെർസീവ്ഡ് ബോണ്ട് എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സിനകത്ത് 2 ഗ്രൂപ്പ് പറയുന്നു, കോമൺ ബോണ്ട് ഗ്രൂപ്പും കോമൺ ഐഡന്റിറ്റി ഗ്രൂപ്പും. ദെൻ എൻറ്റിറ്റേറ്റിവിറ്റിയിൽ അനുസരിച്ച് 2 ഗ്രൂപ്പ് പറയുന്നു, ലോ എൻറ്റിറ്റേറ്റിവിറ്റി ഗ്രൂപ്പും ഹൈ എൻറ്റിറ്റേറ്റിവിറ്റി ഗ്രൂപ്പും. ദെൻ അടുത്തത് പ്രൈമറി വേഴ്സസ് സെക്കൻഡറി ഗ്രൂപ്പ്, ദെൻ ഫോർമൽ വേഴ്സസ് ഇൻഫോർമൽ ഗ്രൂപ്പ്. ദെൻ കംസ് എ കമ്പോണൻസ് ഓഫ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ കമ്പോണൻസ്, ഗ്രൂപ്പിന്റെ കമ്പോണൻസിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റേറ്റസ് ആണ്. സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പദവി, ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോരുത്തരുടെയും റാങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പൊസിഷൻ എന്താണ്. ആ ഒരു ഗ്രൂപ്പ് മെമ്പർ മേ ബി ഡിഫൈൻഡ് ബൈ ഹിസ് ഓർ ഹെർ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ യൂസ്ഫുൾ ടു ദ പേർപ്പസ് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പിന്റെ പർപ്പസ് മീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് ആ വ്യക്തിയുടെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട്, ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് യൂസ്ഫുൾ ആണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ നോംസ് വരുന്നത്. അപ്പോൾ ആ നോംസ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരുടെയും കപ്പാസിറ്റി ഓർ കേപ്പബിലിറ്റി അനുസരിച്ച് അവർക്ക് ഇന്ന പൊസിഷൻസ് നമ്മൾ കൊടുക്കുന്നു. അപ്പം ആ പൊസിഷനാണ് ശരിക്കും ആ ഒരു സ്റ്റേറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഓഫൻ ദ സ്റ്റാറ്റസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മെനി പ്രിവിലേജസ്. അപ്പം നമുക്കറിയാം ഒരു ഹയർ സ്റ്റേറ്റസിൽ നിൽക്കുന്ന ആളുകൾ അവർ എൻജോയ് ചെയ്യുന്ന പ്രിവിലേജസ് ഉണ്ട്, അവർക്ക് കിട്ടുന്ന പ്രിവിലേജസ് ഉണ്ട്. അതുപോലെ ലോവർ ലെവലിൽ ഇരിക്കുന്ന ആളുകൾ അവർക്ക് കിട്ടുന്ന പ്രിവിലേജസ് ഉണ്ട്.
സോ അപ്പൊ ഓരോ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇസ് അസോസിയേറ്റഡ് വിത്ത് മെനി പ്രിവിലേജസ് ആൻഡ് മെനി പവർ in the group, such as access to resources of the group. ദെൻ അവർക്ക് അതിനനുസരിച്ചുള്ള റെസ്പെക്റ്റ് കിട്ടുന്നു. ദെൻ അവർക്ക് അതിനനുസരിച്ചുള്ള അവർ ഹയർ സ്റ്റേറ്റസിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഒരു സാലറി കിട്ടുന്നു. അതുപോലെ അവരുടെ പ്രവൃത്തി ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഗ്രൂപ്പിന്റെ റെസ്പോൺസിബിലിറ്റി അവരെ എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടീച്ചർ എടുക്കുന്ന ഡിസിഷൻ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഫാമിലി എടുക്കുന്ന ഡിസിഷൻ, അതെല്ലാം ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റസ് ഓഫ് ദാറ്റ് പേഴ്സൺ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ദെൻ കംസ് ദ റോൾസ്. അപ്പോൾ റോൾസിൽ റോൾ എന്ന് പറയുമ്പം ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ടീമാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ക്രിക്കറ്റ് ടീം എന്ന് പറയുമ്പോൾ അവിടെ ക്യാപ്റ്റൻ്റെ റോൾ എന്താ, ആ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുമ്പം ആ ടീമിനെ ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാപ്റ്റൻ്റെ റോൾ വരും. ദെൻ കോച്ചിന്റെ റോൾ എന്ന് പറയുന്നത് ആ പ്രാക്ടീസിന്റെ സമയത്ത് അവർക്ക് ഒരു സ്ട്രാറ്റജിക് ലെവലിൽ പ്രാക്ടീസ് കൊടുക്കുക, സ്മൂത്ത് ആൻഡ് സ്ട്രാറ്റജിക് ലെവലിൽ പ്രാക്ടീസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുക എന്നുള്ളതാണ് കോച്ചിന്റെ റോൾ വരുന്നത്. ദെൻ അവിടെ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ ഫിസിയോതെറപ്പിസ്റ്റിന്റെ റോൾ എന്താ, ഫിസിക്കൽ ഫിറ്റ്നസ് ഓഫ് ദ പ്ലെയേഴ്സ്. അതിനകത്താണ് അവരുടെ ഒരു എൻഷുറിങ് വരുന്നത് അതിനകത്താണ്. ദെൻ മാനേജർ ഉണ്ടെങ്കിൽ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ, ടീമിന്റെ ട്രാവൽ, അതുപോലെ മീഡിയയുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്, ഇത്തരം കാര്യങ്ങളായിരിക്കും ഒരു മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പം ഓരോ ആളുകൾക്കും സെപ്പറേറ്റ് റോൾസ് ആണ് വരുന്നത്. അവരുടെ കപ്പാസിറ്റി, അവർക്ക് എബിലിറ്റി അനുസരിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും റോൾസ് നമ്മൾ അസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ അപ്പൊ ഈ റോൾസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് സെറ്റ് ഓഫ് ബിഹേവിയർ ആണ്. ആ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ബിഹേവ് ചെയ്യണം, ഇന്ന ഫങ്ഷൻസ് നിങ്ങൾ ചെയ്തിരിക്കണം എന്ന് നമ്മൾ പറയണം. അപ്പം ആ ഒരു റോൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എക്സ്പെക്റ്റഡ് സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ്, ഇന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ബിഹേവിയേഴ്സ് എന്നാണ് നമ്മൾ റോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ റോൾസ് ഗ്രൂപ്പ് മെമ്പേഴ്സിൽ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നീട് ഒരു ഫോർമൽ അസൈൻമെന്റ്, വിത്തൗട്ട് ഫോർമൽ അസൈൻമെന്റ് നമ്മൾ ഗ്രാജുവലി അക്വയർ ചെയ്തെടുക്കുകയാണ്. എൻ്റെ റോൾ എന്ന് പറയുന്നത് ഇതാണെന്ന് നമ്മൾ അക്വയർ ചെയ്തെടുക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ക്ലിയർ റെക്കഗ്നിഷൻ ഓഫ് വൺസ് ഗോൾസ് ഓർ റോൾ ക്ലാരിറ്റി ഹെൽപ്സ് ടു അവോയ്ഡ് കയോസ് ഓർ റോൾ ആംബിഗ്വിറ്റി ഇൻ ദ ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പില് ക്ലാരിറ്റി വരാനും അതുപോലെ റോള് ആംബിഗ്വസ് ആവാനും അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മ അങ്ങനത്തെ ഇഷ്യൂസ് വരാനും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റോൾസ് നമ്മൾ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ കംസ് നോംസ്. അപ്പൊ നോംസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്, നോം എന്ന് പറയുമ്പോൾ റൂൾസ് ആൻഡ് മ്യൂച്വൽ എക്സ്പെക്ടേഷൻസ് ദാറ്റ് ഡെവലപ്പ് വിതിൻ ദ ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവർ ചെയ്യേണ്ടതായ അവർക്ക് വരുന്ന റൂൾസ്, അപ്പം അവർ ഇന്ന രീതിയിലാണ് പോകേണ്ടത്. അപ്പൊ റൂൾസും റെഗുലേഷൻസും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. നോംസ് ആർ ദ റൂൾസ് ഓർ മ്യൂച്വൽ എക്സ്പെക്ടേഷൻസ് ദാറ്റ് ഡെവലപ്പ് വിതിൻ ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പിനുള്ളിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഈ റൂൾസും മ്യൂച്വൽ എക്സ്പെക്ടേഷൻ. അപ്പൊ നീ ഇന്നത് ചെയ്തിരിക്കണം, ഞാനപ്പോൾ ഇതനുസരിച്ച് ഇങ്ങനെ ചെയ്യാം എന്നെല്ലാം നമ്മൾ പറയുന്ന ആ ഒരു മ്യൂച്വൽ എക്സ്പെക്ടേഷൻസ് വരുന്നത്. അതുപോലെ റെഗുലേഷൻസ് നമ്മൾ വെക്കേണ്ട, ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന രീതിയിൽ പെരുമാറണം. ഈ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന ചർച്ചയുടെ സമയത്ത് നമ്മളിപ്പോൾ ഇപ്പൊ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ഗ്രൂപ്പിന്റെ നോമാണ്. ഓക്കെ, അപ്പൊ ഫംഗ്ഷനിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രൂപ്പിലെ മീറ്റിങ്ങിന്റെ സമയത്ത് നമ്മൾ ഇന്ന രീതിയിൽ വേണം എന്നുള്ളത് നമ്മളുടെ എക്സ്പെക്ടേഷൻ ആണ്. അത് ആ ഗ്രൂപ്പിന്റെ എക്സ്പെക്ടേഷൻ ആണ്, നമ്മളത് ഫോളോ ചെയ്യാൻ. അപ്പൊ അതിനെയാണ് നമ്മൾ നോംസ് എന്ന് പറയാം. സോ പീപ്പിൾ ആർ ഗൈഡഡ് ബൈ ദ നോംസ് ഓഫ് എ ഗ്രൂപ്പ് ഓൺലി ഇഫ് ദേ വാല്യൂ ബീയിങ് ദ മെമ്പർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്. അപ്പൊ ആ നോംസ് നമ്മൾ ഫോളോ ചെയ്യാൻ നമുക്ക് തോന്നണമെങ്കിൽ, ഞാൻ ആ ഒരു ഗ്രൂപ്പിലെ മെമ്പർ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിനെ വാല്യൂ ചെയ്താൽ മാത്രമാണ് നമ്മൾ ആ ഗ്രൂപ്പിന്റെ പറയുന്ന റൂൾസും റെഗുലേഷൻസും നമ്മൾ ഫോളോ ചെയ്യുള്ളൂ. ഇല്ല എങ്കിൽ അതിന് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ വരെ കാണാം. അടുത്തത് ഗ്രൂപ്പ് കൊഹസീവ്നെസ്. കൊഹസീവ്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അട്രാക്ഷൻ ടുവേർഡ്സ് എ ഗ്രൂപ്പ്. അപ്പം എനിക്ക് ആ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പം എനിക്ക് വളരെ സന്തോഷവും എനിക്കൊരു ഫീലിങ്ങും ഒരു കൊഹസീവ്നെസ്സും ഒരു അട്രാക്ഷനും ഒക്കെ ആ ഒരു ഗ്രൂപ്പിലും അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു ഗ്രൂപ്പ് കൊഹസീവ്നെസ് വളരെ ഹൈ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഒരു ഹൈ കൊഹസീവ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ മെമ്പേഴ്സ് തമ്മിൽ വളരെ സ്നേഹം ഉണ്ടാവും. അതുപോലെ മെമ്പേഴ്സ് ഗ്രൂപ്പിന്റെ ഗോളിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ ആളുകൾ തമ്മിൽ മീറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇഫ് ദ ഗ്രൂപ്പ് ഇസ് ഹൈലി കൊഹസീവ്. അപ്പം
ഇൻ വെരി അൺകോഹസീവ് ഗ്രൂപ്പ്, അപ്പോൾ അൺകോഹസീവ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവിടെ മെമ്പേഴ്സ് തമ്മിൽ അടി ഉണ്ടാവും, ദെൻ മെമ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ദെൻ ഫൈറ്റ് വരുന്നു, ദെൻ മിസ്കമ്മ്യൂണിക്കേഷൻ വരുന്നു. ഇങ്ങനെ ഇഷ്യൂസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഹൈ കോഹസീവ്നെസ് എന്ന് പറയുന്നത് അവിടെ നമ്മളെല്ലാവരും ഒരുപോലെയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു യോജിപ്പ് നമുക്ക് തോന്നുന്നുണ്ട്, നമുക്കത് അറിയാൻ പറ്റും, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ഈസിനെസ് നമുക്ക് പെർസീവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സപ്പോർട്ടീവ് ആണ്, കോപ്പറേറ്റീവ് ആണ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറൊരാളത് കോമ്പൻസേറ്റ് ചെയ്യാൻ റെഡി ആവുക. ഇതെല്ലാം സംഭവിക്കും ഇഫ് ദാറ്റ് ഗ്രൂപ്പ് ഇസ് ഹാവിങ് ഹൈ കോഹസീവ്നെസ്. ആൻഡ് അതുപോലെ ഹൈ മൊറയിൽ അവർ സൂക്ഷിക്കും, നന്നായിട്ട് പെർഫോം ചെയ്യേണ്ട രീതിയിൽ അവരുടെ പ്രവൃത്തികളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഗ്രൂപ്പ് കോഹസീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് മേജർ 4 കമ്പോണൻസ് ഓഫ് ഗ്രൂപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. നമ്മൾ നോക്കുമ്പോൾ റോൾസ്, സ്റ്റേറ്റസ്, റോള്, നോംസ്, ദെൻ ഫൈനലി ഗ്രൂപ്പ് കോഹസീവ്നെസ്. ദെൻ അടുത്തത് 5 സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് ഗ്രൂപ്പ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ ഒരു സ്റ്റേജസ് എന്താണെന്നുള്ളത് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് തുടങ്ങാൻ പോകുന്ന സ്റ്റേജ്, അതായത് ഫോം ചെയ്യുന്ന സ്റ്റേജ്, ഫോമിങ് സ്റ്റേജ് എന്നാണ് പറയുക. അപ്പം ആ ഒരു ഫോമിങ് സ്റ്റേജിൽ നമുക്ക് അറിയാൻ പറ്റും എന്തായിരിക്കും, ഇപ്പോഴൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, പിന്നെ അൺസർട്ടൺ ആയിരിക്കും. അപ്പം അതായത് ഒരു ക്രൗഡ് എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ, ഒരു ഗ്രൂപ്പ് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ പലരും പല വ്യൂ പോയിന്റ്സിൽ നിൽക്കുന്ന ആൾക്കാർ ഒന്നിച്ചു വന്നു. അപ്പൊ ആ വരുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഫോമിങ് സ്റ്റേജ്. അപ്പൊ ഫോമിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഓറിയന്റേഷൻ പീരീഡ് ആണ്. അവിടെ മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് അറിയുന്നു, എന്തൊക്കെയാണ് ഓരോരുത്തർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സ്റ്റേജ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റോമിങ് സ്റ്റേജ്. ഇപ്പൊ സ്റ്റോമിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരുടെ വ്യൂ പോയിന്റ്സ് പറഞ്ഞ് വളരെ ഒരു ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഏറ്റവും ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് സ്റ്റോമിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഓരോരുത്തരും അവരുടെ കൺസേൺ പറയുന്നു, ദെൻ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുകയും ഇതെല്ലാം നടക്കുന്ന ഒരു പീരീഡാണ്, ഒരു സ്റ്റേജാണ് സ്റ്റോമിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റോമിങ് സ്റ്റേജിന് ശേഷമാണ് നമ്മൾക്ക് എല്ലാ ആളുകളെയും പറ്റിയിട്ട് അറിയുക, എന്നിട്ട് കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി വരുന്ന ഒരു സ്റ്റേജാണ് സ്റ്റോമിങ് സ്റ്റേജിന്റെ എൻഡിലേക്ക് എത്തുമ്പോൾ. ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നോമിങ് സ്റ്റേജ്. അപ്പം നമുക്ക് മനസ്സിലായി ഈ ഫോമിങ് സ്റ്റേജിലും സ്റ്റോമിങ് സ്റ്റേജിലും നിന്ന ആൾക്ക് നമുക്ക് മനസ്സിലായി ഇവിടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റി എന്താണ്, ഓരോരുത്തരുടെയും കേപ്പബിലിറ്റി എന്താണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. അതിനനുസരിച്ചിട്ട് നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഓരോ ആളുകൾക്കും നമ്മൾ കൊടുക്കുകയാണ്. ആ ഒരു ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിന്റെ എൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുക. സോ നോമിങ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ റെക്കഗ്നിഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഡിഫറൻസസ് ആൻഡ് ഷെയർഡ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ടേക്സ് പ്ലേസ് അറ്റ് ദിസ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം കൃത്യമായി കഴിഞ്ഞിട്ട് പിന്നെ എന്തോ നമ്മൾ ചെയ്യുന്നത്, പിന്നെ നമ്മൾ പെർഫോം ചെയ്യാൻ. സോ ദിസ് ഈസ് ദ എക്സിക്യൂഷൻ സ്റ്റേജ് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പിന്റെ ആ ഒരു എന്താണ് ഗ്രൂപ്പിന്റെ പർപ്പസ് അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് പെർഫോമിംഗ് സ്റ്റേജ് എന്ന് പറയും. അപ്പം അതിന് മുന്നേ തന്നെ നമുക്ക് നോംസും സ്റ്റേറ്റസും റൂൾസും എല്ലാം ഫൈനലൈസ് ചെയ്തതിന് ശേഷം മെമ്പേഴ്സ് എല്ലാവരും ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഫുൾ എഫേർട്ട് ഡിവോട്ട് ചെയ്യുന്ന ഒരു പീരീഡാണ് പെർഫോമിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർ സം ഗ്രൂപ്പ്സ് വിത്ത് എ സിംഗിൾ സ്പെസിഫിക് പർപ്പസ് ദിസ് മൈറ്റ് ബി എ ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ചില ഗ്രൂപ്പിന് ഇതായിരിക്കും, ചെറിയൊരു ഗ്രൂപ്പാണ്, അപ്പോൾ ഇന്നൊരു പർപ്പസ് കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മളത് റിലീവ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിൽ പെർഫോമിംഗ് സ്റ്റേജ് കൊണ്ട് തന്നെ ചിലപ്പോൾ നിൽക്കാം. ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അഡ്ജേണിങ് സ്റ്റേജ്. അഡ്ജേണിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാസ്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ലീവ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് അഡ്ജേണിങ് സ്റ്റേജ് എന്ന് പറയും. അപ്പം ആ ഒരു ലീവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ നമുക്കൊരു ഫീലിംഗ് ഓഫ് ക്ലോഷർ അവിടെ തോന്നും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഓഫ് സാഡ്നെസ്സും അവിടെ വരും. ആൻഡ് പിന്നെ ഇത്തരത്തിലുള്ള ഈ അഡ്ജേണിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കേസ് നമ്മൾ നോക്കണം. അപ്പോൾ ഒരു കറപ്ഷൻ കേസ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വരെയാണ് നമ്മൾ ഈ ജൂറി എല്ലാം ഫോം ചെയ്യുന്നത്. അപ്പം അത് ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇത് നമ്മൾ ഡിസ്ബാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ അഡ്ജേണിങ്ങിൻ്റെ ഒരു പോസിബിലിറ്റി കാണുന്നത്. സോ ദീസ് ആർ ദ 5 സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ് വാസ് പുട്ട് ഫോർവേഡ് ബൈ ടുക്മാൻ ഇൻ 1965. The forming, storming, norming, performing and adjourning. Okay. Then അടുത്തത് ഗ്രൂപ്പിന്റെ എഫക്റ്റീവ്നെസ്. നമുക്കറിയാം ഇത്
കോമൺലി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പിന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പം അതിനെ നമ്മൾ എങ്ങനെ കാണാൻ പറ്റും? ആ ഒരു പ്രൊഡക്ടിവിറ്റി ഗോള് നമ്മൾ അച്ചീവ് ചെയ്തോ, അതുപോലെ ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനോട് അഡാപ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ, അതായത് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാൻ എ ആയിരിക്കും ചിലപ്പോൾ ആദ്യം ചെയ്തത്, പക്ഷെ അത് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ പിന്നെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ അതിൽ നിന്ന് പല പല ചേഞ്ചസ് വരുത്തും. അപ്പം നമ്മൾ വെക്കുന്ന ചേഞ്ചസിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സിന് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഗോളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അല്ല റിജിഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ അല്ല ഇതാണല്ലോ ആദ്യം പറഞ്ഞില്ലേ ഇതിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കാതെ നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് ഓരോ ചേഞ്ചസും വേണ്ട ചേഞ്ചസിനോട് അഡാപ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു എബിലിറ്റി ഉള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണെങ്കിൽ അവിടെ ഗ്രൂപ്പ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ദെൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് പേഴ്സണൽ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്. അപ്പം നമ്മളുടെ ഫിനാൻഷ്യൽ നീഡായിരിക്കും, ഈഗോയിസ്റ്റിക് നീഡ് ആയിരിക്കാം, ദെൻ ഫങ്ഷണൽ നീഡായിരിക്കും. അപ്പോൾ എന്ത് നീഡ്സ് നമുക്ക് നമ്മുടെ പേഴ്സണൽ നീഡ്സ് എത്രത്തോളം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതെല്ലാം ഗ്രൂപ്പിന്റെ എഫക്റ്റീവ്നെസ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. Including the sense of status, then socialized power, maintenance of the required level of communication. അപ്പോൾ അവിടെ സ്റ്റേറ്റസ് ഉണ്ട്, ദെൻ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള പവർ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ വളരെ റിക്വയർഡ് ലെവലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കോപ്പറേഷൻ ഉണ്ട്, ദെൻ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, അതായത് നമ്മളത് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുകയാണ് ലൈക്ക് നമുക്ക് ആ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് നമുക്ക് തോന്നുക, ആൻഡ് ദെയർ ബൈ സസ്റ്റെയിനിങ് ദ ഗ്രൂപ്പ് ആസ് എ ടീം. അങ്ങനെ ആ ഒരു ഗ്രൂപ്പിന് ഇത് ഞങ്ങളുടെ ഒരു ടീമാണ് എന്ന് നമ്മൾക്ക് തന്നെ ഫീൽ ചെയ്യിക്കും. അത് അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ളൊരു മനോഭാവം നമ്മളിൽ വരികയും ചെയ്യും. സോ അതിനെയാണ് നമ്മളൊരു ഗ്രൂപ്പ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ബൈ ഇൻഫ്ലുവൻസിങ് ദ ഗ്രൂപ്പ് പ്രോസസ്, ഇൻപുട്സ് ഹാവ് ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എഫക്ട്സ്. അപ്പം ആ ഒരു പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വഴി നമുക്ക് ഗ്രൂപ്പ് എഫക്റ്റീവ്നെസ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് എന്ന് നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് അവിടെ വരുന്നത് ഒന്ന് പേഴ്സണൽ, അവിടെ ഉള്ള ആളുകൾ, ദെൻ ഉള്ള ടാസ്ക് എന്താണ്, എന്തൊക്കെയാണ് നമുക്ക് എത്രത്തോളം ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രൂപ്പിനെ നമ്മൾ കമ്പോസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, അവർക്ക് ഇനഫ് ആയിട്ടുള്ള നോളജും സ്കില്ലും മോട്ടിവേഷനും ഒക്കെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പ് വളരെ എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ദെൻ ഒരു മോഡല് അതിനകത്ത് പറയുന്നുണ്ട്, ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് മോഡൽ എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് സമ്മറൈസ്ഡ് ബൈ മെഗ്രാത്ത് ഇൻ 1984. അപ്പം ആ ഒരു മോഡലിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ സക്സസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻപുട്സ് ഓർ റിസോഴ്സസ്. അപ്പം എന്താണ് നമ്മളുടെ ഒരു ഇൻപുട്ട്, എന്താണ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻപുട്സ് ഓർ റിസോഴ്സസ് വിച്ച് ദ ഗ്രൂപ്പ് ഹാസ് ടു വർക്ക് വിത്ത്. അപ്പം ആ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പേഴ്സണൽ, ദെൻ ടാസ്ക്, ദെൻ ടൂള്, ടൈം, ഇതെല്ലാം നമ്മുടെ ഇൻപുട്ടാണ്. ആൻഡ് ദ ഇന്ററാക്ഷൻ എമംഗ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ പാറ്റേൺ എങ്ങനെയാണ്. അപ്പൊ അവിടെ ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ, കൺഫേം ചെയ്യുന്നുണ്ടോ, സോഷ്യലൈസേഷൻ ഉണ്ടോ, ലീഡർഷിപ്പ് കറക്റ്റ് ആയിട്ടാണോ, സ്റ്റേറ്റസ് എങ്ങനെയാണ്, ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ഡിഫറൻസിയേഷൻ ക്ലിയർ ആണോ, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഗ്രൂപ്പിന്റെ ടോട്ടൽ സക്സസ് എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻപുട്ട് ആൻഡ് ഇന്ററാക്ഷൻ. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ പേഴ്സണൽ, ടാസ്ക്, ടൂള്, ടൈം, ഇതെല്ലാം ഇൻപുട്ടാണ്. ദെൻ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടോ, കൺഫേം ചെയ്യുന്നുണ്ടോ ഗ്രൂപ്പിന്റെ നോംസുമായിട്ട്, സോഷ്യലൈസേഷൻ എങ്ങനെയാണ് വരുന്നത്, ലീഡർഷിപ്പ് എങ്ങനെയാണ്, സ്റ്റേറ്റസ് എങ്ങനെയാണ്, ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ഡിഫറൻസിയേഷൻ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു ഗ്രൂപ്പിന്റെ സക്സസ് എന്ന് പറയുന്നത് ഈ ഫാക്ടേഴ്സിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നാണ് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് മോഡലിൽ പറയുന്നത്. ദെൻ ഗ്രൂപ്പ് പ്രോസസ്സസ്. അപ്പം ഗ്രൂപ്പ് പ്രോസസ്സിന് വരുന്ന ഗ്രൂപ്പ് പ്രോസസ്സിലൂടെ ഒരു ഇൻഡിവിജ്വലിനെ ഒരു ഗ്രൂപ്പ് പ്രോസസ്സ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. There are several influences of group on an individual called as group processes. അതിൽ ഫസ്റ്റ് വരുന്നത് സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്നാണ്. അപ്പം സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഡിയൻസിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ പ്രസൻസിൽ നമ്മളുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക ഓർ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാം അതൊരു സോഷ്യൽ ഫെസിലിറ്റേഷൻ എനിക്ക് സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. അതായത് ആ ഒരു ആളുകളുടെ പ്രസൻസ് അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് വന്നപ്പം ഞാൻ ഉഷാറായി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ സോഷ്യൽ ഫെസിലിറ്റേഷൻ ആണ് നമ്മളിൽ സംഭവിച്ചത്.
ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വന്ന ആ ഒരു മോട്ടിവേഷൻ റെഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വരിക. ഓഫൻ ദ മോട്ടിവേഷൻ ഇസ് റെഡ്യൂസ് റിസൾട്ടിങ് ഇൻ ടു റെഡ്യൂസ്ഡ് എഫേർട്സ് ടു അച്ചീവ് ദ ഗ്രൂപ്പ് ഗോൾസ്. അപ്പം അതിനാണ് നമ്മൾ സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുക. ഇത് പലപ്പോഴും നമുക്ക് ഗ്രൂപ്പുകളിലൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. നമ്മളൊരു ഫീലിംഗ് വരികയാണ്, അതായത് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഫീലിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ വലിയ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിലും ഗ്രൂപ്പ് ഫംഗ്ഷൻ ചെയ്തോളൂ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്തോളൂ, അപ്പൊ എനിക്ക് കുറച്ചൊരു റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ലോവർ മോട്ടിവേഷൻ ലെവലിലേക്കും, അതുപോലെ തന്നെ ഒരു ലെസ് എഫേർട്ടാണ് നമ്മൾ അവിടെ ഇടുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് സോഷ്യൽ ലോഫിംഗ് എന്ന് പറയാം. ഇൻസ്റ്റഡ് ദി ഇൻഡിവിജ്വൽസ് റിലൈ മോർ ഓൺ ദ എഫേർട്സ് ഓഫ് ദെയർ കോവർക്കേഴ്സ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ, കോവർക്കേഴ്സിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ എഫേർട്സിൽ നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ ഒരു ഈസി ഗോയിങ് ലെവലിലേക്ക് ഒരു ലെസ് എഫേർട്ടും ലെസ് മോട്ടിവേറ്റഡ് ആയിട്ടും വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ് ആണ് അവിടെ വരുന്നത്. സോ അത്തരത്തിലുള്ള അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ സോഷ്യൽ ലോഫിംഗ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആ ഒരു ഇൻഡിവിജ്വലിനെ എഫക്ട് ചെയ്തത് സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നെക്സ്റ്റ് ഡി ഇൻഡിവിഡുവേഷൻ. അപ്പൊ ഡി ഇൻഡിവിഡുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ്. അപ്പൊ അവിടെ നമ്മളെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മളുടെ കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി അവിടെ കുറയുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ഇത് എസ്പെഷ്യലി നമുക്കൊരു മോബ് ബിഹേവിയേഴ്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു അനോണിമിറ്റിയാണ് ഉണ്ടാവുന്നത്. ആ ഒരു അനോണിമിറ്റി ഉള്ളത് കൊണ്ട് അവിടെ എൻ്റെ പെർഫോമൻസ് ഒറ്റയ്ക്ക് ആരും വിലയിരുത്തില്ല, ഗ്രൂപ്പിന്റെ ഇടയിൽ നിന്നിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് അതിനെ ചിന്തിക്കുക. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ മെമ്പേഴ്സ് ഒരിക്കലും അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല അങ്ങനെ ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ഡി ഇൻഡിവിഡുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെൽഫ് അവയർനെസ് അവിടെ കുറഞ്ഞു പോകുന്നു, പേഴ്സണൽ ഐഡന്റിറ്റി അവിടെ കുറഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്നിട്ട് ബാക്കിയുള്ളവർ കല്ലെറിയുന്നുണ്ട്, ഞാനും കല്ലെറിഞ്ഞു എന്ന് പറയുമ്പോൾ, ആ സമയം ഞാൻ ഒരിക്കലും ആ ചില്ല് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ കല്ലെടുത്ത് എറിയോ ചെയ്യില്ല. അപ്പം എൻ്റെ പേഴ്സണൽ ഐഡന്റിറ്റി ആ ഗ്രൂപ്പിലേക്ക് വന്നപ്പോൾ ഒരു കളക്റ്റീവ് മൈൻഡിലേക്ക് ആയി കഴിഞ്ഞപ്പം എൻ്റെ ആ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി അവിടെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അതിന് നമ്മൾ ഡി ഇൻഡിവിഡുവേഷൻ എന്ന് പറയുന്നു. ആൻഡ് ക്രൗഡ് ഈസ് മിയർലി കളക്ഷൻ ഓഫ് പീപ്പിൾ. അപ്പൊ ക്രൗഡ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ഡി ഇൻഡിവിഡുവേഷൻ ആണ് ലീഡ്സ് ടു ഗ്രേറ്റർ ഒബീഡിയൻസ് ഓഫ് ദ നോംസ് ഓഫ് ദ ക്രൗഡ്. അപ്പം ഇപ്പൊ ഗ്രൂപ്പിലുള്ള ബാക്കി എല്ലാവരും പറയുകയാണ് കല്ലെടുത്ത് എറിയ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഗ്രേറ്റർ ഒബീഡിയൻസ് നമ്മളവിടെ കാണിക്കുകയാണ്. അല്ലെങ്കിൽ ലാത്തി ചാർജ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗ്രേറ്റർ ഒബീഡിയൻസ് നമ്മളവിടെ കാണിക്കുകയാണ്. മേ ബി നമ്മൾ അതിനോട് എതിരായിരിക്കാം, പക്ഷെ ഗ്രൂപ്പ് എന്താ പറയുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. അതിൽ ഇപ്പൊ ക്രൗഡ് എന്താ പറയുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവിടെ വരുന്നത്. അപ്പം അതും ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം 3 ഇൻഫ്ലുവൻസസ് ആണ് പറയുന്നത്: സോഷ്യൽ ഫെസിലിറ്റേഷൻ, സോഷ്യൽ ലോഫിംഗ് ആൻഡ് ഡി ഇൻഡിവിഡുവേഷൻ. ദെൻ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്. ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്. ഇപ്പം അതിനകത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വരുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഗ്രൂപ്പ് പോളറൈസേഷൻ. ഗ്രൂപ്പ് പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ ചില ഗ്രൂപ്പ് ഫങ്ഷൻ ചെയ്യുമ്പോൾ എക്സ്ട്രീം ലെവലിൽ ഡിസിഷൻസ് എടുക്കുന്ന ഒരു അവസ്ഥ വരുന്നു. അത് പോളറൈസേഷൻ. അപ്പൊ പോൾസിലേക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും എക്സ്ട്രീം ലെവലിലേക്ക് വരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെററിസ്റ്റ് അറ്റാക്ക്. ഇപ്പോൾ ടെററിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ റിസ്കി ഷിഫ്റ്റിലേക്ക് എത്തുകയാണ്. ലൈക്ക് അത്രയും ഒരു എക്സ്ട്രീം ഡിസിഷൻ എടുക്കാനായിട്ട്, അപ്പൊ ബോംബ് വെക്കണം അല്ലെങ്കിൽ തീ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രീം ഡിസിഷനിലേക്ക് എടുക്കാനുള്ള ഒരു ഗ്രൂപ്പിന്റെ ടെൻഡൻസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. സോ ടെൻഡൻസി ഓഫ് എ ഗ്രൂപ്പ് ടു ഷിഫ്റ്റ് towards more extreme decisions than those initially held by its members. അപ്പം അതിനകത്ത് ഓരോ മെമ്പേഴ്സും ഒറ്റയ്ക്ക് നമ്മൾ എടുക്കുന്ന പോലെയല്ല, ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഒരു എക്സ്ട്രീം ലെവൽ ഡിസിഷൻ നമ്മൾ എടുക്കുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ ടെൻഡൻസി നമ്മൾ ഗ്രൂപ്പ് പോളറൈസേഷൻ എന്ന് പറയും. നെക്സ്റ്റ് ഇസ് ഗ്രൂപ്പ് തിങ്ക്. ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുമ്പം അവിടെ നമ്മൾ ഒരു ഹൈലി കൊഹസീവ് ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ഡിസിഷൻസ് ഒരിക്കലും, നമ്മളുടെ ഗ്രൂപ്പ് ഡിസിഷൻ ഒരിക്കലും തെറ്റില്ല എന്ന് പറയുന്ന ഒരു തോട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മെമ്പേഴ്സും നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുന്നു ആ ഡിസിഷനെ സപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളുടെ നമ്മളൊരു അണ്ടർ പ്രഷറിലാണ് നമ്മളവിടെ പോകുന്നത്. അപ്പൊ ഗ്രൂപ്പില് എന്തെങ്കിലും ഒരു റിജക്ഷൻ പറയണ്ടെങ്കിൽ നമുക്ക് അവിടെ ഭയങ്കരമായ പ്രഷർ വരാനുള്ള പോസിബിലിറ്റിയും പറയുന്നുണ്ട്. അപ്പം മെമ്പേഴ്സ് ഓഫ് ഹൈലി കോഹസീവ് ഗ്രൂപ്പ് തിങ്ക് ദാറ്റ്, അപ്പൊ അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, ഒരിക്കലും ഗ്രൂപ്പ് എടുക്കുന്ന ഡിസിഷൻ തെറ്റില്ല, ഡിസിഷൻസ് കനോട്ട് ബി റോങ് ആൻഡ് ഓൾ ദ മെമ്പേഴ്സ് മസ്റ്റ് സപ്പോർട്ട് ദ ഡിസിഷൻ ടേക്കൺ ബൈ ദ ഗ്രൂപ്പ്.
Moreover, they are also under pressure to reject any information. അപ്പൊ അതുപോലെ തന്നെ ആരെങ്കിലും ഈ ഒരു ഇൻഫർമേഷനെ റിജക്റ്റ് ചെയ്യുന്നൊരു സംഗതി വന്നിട്ടുണ്ടെങ്കിൽ അവര് അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യം വരും. Moreover, they are also under pressure to reject any information which is in contrary to the group decision. അതാണ് ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് പോളറൈസേഷൻ ആൻഡ് ഗ്രൂപ്പ് തിങ്ക്. ദെൻ അടുത്തത് കോപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ ഇൻ എ ഗ്രൂപ്പ്. അപ്പൊ ഒരു ഗ്രൂപ്പില് വരുന്ന രണ്ട് അവസ്ഥകളാണ്, ഒന്ന് കോപ്പറേഷൻ, രണ്ട് കോമ്പറ്റീഷൻ. അപ്പം എന്താണെന്ന് നോക്കാം. എ ഗ്രൂപ്പ് ഓഫൺ വർക്ക്സ് ഓൺ ടാസ്ക് വിച്ച് ആർ കോമൺ ഫോർ ഓൾ മെമ്പേഴ്സ് ആൻഡ് എ കോർഡിനേറ്റഡ് ഗ്രൂപ്പ് എഫേർട്ട് ഈസ് നീഡഡ് ടു കംപ്ലീറ്റ് ദിസ് ടാസ്ക്. അപ്പൊ നമുക്കറിയാം, ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടാസ്കിൽ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ടാസ്ക് അറ്റൈൻ ചെയ്യാന്നുള്ളത് അത് വളരെ കോമൺ അല്ല. എല്ലാവരും ചിലപ്പോൾ ഒരേ ടാസ്ക് തന്നെ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് എ കോർഡിനേറ്റഡ് ഗ്രൂപ്പ് എഫേർട്ടും വേണം. ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളൊരു എഫേർട്ടും അവിടെ വരണം. അപ്പം കോപ്പറേഷൻ, അപ്പൊ അതിനെയാണ് നമ്മൾ കോപ്പറേഷൻ എന്ന് പറയുന്നത്. സോ കോപ്പറേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ബിഹേവിയർ ഇൻ വിച്ച് ഹോൾ ഗ്രൂപ്പ് വർക്ക്സ് ടുഗെദർ. അപ്പം ആ ഒരു മൊത്തം ഗ്രൂപ്പും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ് ടു അറ്റൈൻ ദ ഷെയർഡ് ഗോൾ. ഫോർ എക്സാമ്പിൾ, അപ്പൊ ആ ഒരു ടീമിലെ എല്ലാ മെമ്പേഴ്സും ഈ ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ട് ഒരേപോലെ വർക്ക് ചെയ്യാണ്, ഒരേപോലെ എഫേർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പം അങ്ങനെ വരണമെങ്കിൽ അവിടെ ഒരു ഹൈ കോപ്പറേഷൻ ഉണ്ടായിരിക്കും. അടുത്ത ടേം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ വരുമ്പോൾ എങ്ങനെയാണ്, അവിടെ ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിൽ തന്നെ ഒരാൾ പെർഫോമൻസ് ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കും. ആ ഒരു ബെറ്റർ ആക്കാനുള്ള ശ്രമത്തിനിടയിൽ വേറൊരു വ്യക്തിയുടെ പെർഫോമൻസിനെ അത് ഹിൻഡർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം മേ ബി അത് വരുന്നത് എപ്പോഴും ഒരു റിസോഴ്സ് കുറവുള്ളൊരവസ്ഥ വരുമ്പം എനിക്ക് ഇത് നേടണം, വേറെ ആൾ ഇത് നേടുന്നത്. So it can be defined as the behavior in which individual tries to excel his or her performance. Individual maximum ശ്രമിക്കുകയാണ്, tries to excel his or her performance and simultaneously hindering others in completing their task. അപ്പോൾ ഒരേ സമയം തന്നെ മറ്റുള്ളവരെ നമ്മൾ തടസ്സം ചെയ്യാണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ. അതിനെയാണ് നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ഗോൾസ് ഓഫ് എ ഗ്രൂപ്പ് ആർ സച്ച് ദാറ്റ് ദ ഗ്രൂപ്പ് അച്ചീവ്സ് ദം ഓൺലി ഇഫ് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്സ് അച്ചീവ് ദെയർ ഗോൾ. അപ്പം കോപ്പറേറ്റീവ് ഗോൾ എന്ന് പറയുന്നത് അവിടെ എല്ലാ മെമ്പേഴ്സും ഒരുപോലെ ശ്രമിച്ചെങ്കിൽ മാത്രമാണ് ആ ഒരു ഗോളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതേസമയം കോമ്പറ്റീറ്റീവ് ഗോൾ എന്ന് പറയുമ്പം അവിടെ ഒരു മെമ്പറിന് കിട്ടും, മറ്റേ മെമ്പറിന് കിട്ടാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ മറ്റേ മെമ്പറിന് ഫെയിൽ ആയാൽ മാത്രമാണ് ഈ മെമ്പറിന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ മെമ്പർ ഫെയിൽ ആവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും. അപ്പൊ അതേസമയം തന്നെ വേറൊരു വ്യക്തിക്ക് അത് വിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. ദെൻ അടുത്തത് ഡിറ്റർമിനൻസ് ഓഫ് കോപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ. അപ്പൊ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് നോക്കുക. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഫാക്ടർ വരുന്നത് റിവാർഡ് സ്ട്രക്ചർ ആണ്. അപ്പൊ റിവാർഡ് സ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ അവിടെ ഒരു കോപ്പറേഷൻ ഉണ്ടാവുന്നു. ഇനി റിവാർഡ് സ്ട്രക്ചർ പുവർ ആണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നു. അപ്പൊ റിവാർഡ് സ്ട്രക്ചർ ദാറ്റ് കൺസിഡേഴ്സ് ഓൺലി ഗ്രൂപ്പ് എഫേർട്ട്. അപ്പൊ ഗ്രൂപ്പ് എഫേർട്ട് മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ട്രോഫിയാണ് അവിടെ നമ്മൾ കിട്ടുന്നത്. അപ്പൊ ആ ക്രിക്കറ്റ് മാച്ചിൽ എല്ലാവരും ഒരേപോലെ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ട്രോഫി കിട്ടുള്ളൂ. സോ അവിടെ ഒരു ഗ്രൂപ്പ് എഫേർട്ടിന് മാത്രമാണ് അവിടെ ഒരു പ്രസക്തി വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ കോപ്പറേഷൻ ഇൻ ദ ഗ്രൂപ്പിനെ ആയിരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. സച്ച് എ റിവാർഡ് സ്ട്രക്ചർ എൻഡോസസ് ഇന്റർ ഡിപ്പെൻഡൻസ് എമംഗ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. അപ്പൊ അവിടെ ഓരോരുത്തരും ഇപ്പൊ മാച്ചിൽ ഇറങ്ങി കഴിയുമ്പോഴാണെങ്കിൽ ഈ പറഞ്ഞ ഈ ടീം മെമ്പേഴ്സ് എത്ര പേരാണോ അവരെല്ലാവരെയും പെർഫോമൻസ് നമ്മളുടെ ടോട്ടൽ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുകയാണ്. അത് അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ കോപ്പറേഷൻ അവിടെ കൂടാനുള്ള പോസിബിലിറ്റി വരും. സോ ദാറ്റ് ഈസ് റിവാർഡ് സ്ട്രക്ചർ. അടുത്തത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഹെൽത്തി വേയിലാണെങ്കിൽ അവിടെ കോപ്പറേഷന്റെ പോസിബിലിറ്റി വരുന്നു. ഇനി ഹെൽത്തി വേയിലാണെങ്കിൽ അവിടെ കോമ്പറ്റീഷന്റെ പോസിബിലിറ്റി വരുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു ഡിസ്കഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഐഡിയാസ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേഷൻ വേണം. ലൈക്ക് എനിക്ക് വളരെ നല്ലൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ പ്ലാൻ ഉണ്ട്, പക്ഷെ ഞാൻ അത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഇറ്റ്സ് ഓഫ് നോ യൂസ്. അപ്പം ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണെങ്കിൽ, ഹെൽത്തി ആണെങ്കിൽ അവിടെ കോപ്പറേഷന് എൻഹാൻസ്മെന്റ് ആണ് നടക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് റെസിപ്രോസിറ്റി. അതും നമ്മളുടെ അതായത് റിട്ടേൺ
ഫേവേഴ്സ്. അതാണ് റെസിപ്രോസിറ്റി എന്ന് പറയുമ്പോൾ. ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു റിട്ടേൺ ഫേവേഴ്സ്. സോ ഇഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ഹാസ് ഷോൺ ഇനീഷ്യൽ കോപ്പറേഷൻ ടുവേർഡ്സ് അതർ മെമ്പേഴ്സ്, അപ്പോൾ മെമ്പേഴ്സ് തമ്മിൽ ഇനീഷ്യൽ ആയിട്ടുള്ളൊരു കോപ്പറേഷൻ ഉണ്ട് എങ്കിൽ എന്താണ് സംഭവിക്കുക? ദെൻ അതർ മെമ്പേഴ്സ് ആർ ഓൾസോ ലൈക്ലി ടു റെസ്പോണ്ട് ഇൻ ദ സിമിലർ മാനർ. അപ്പം അങ്ങോട്ട് നല്ല കോപ്പറേഷൻ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും വരും. ഇപ്പൊ സെയിം ഈസ് അപ്ലൈഡ് ഫോർ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഇഫ് ദ ഗ്രൂപ്പ് ലീഡർ സംഹൗ മാനേജസ് ഇനീഷ്യൽ കോപ്പറേഷൻ എമംഗ് ദ മെമ്പേഴ്സ്, ദെൻ ഇറ്റ് വിൽ കീപ് ഓൺ ഗോയിങ്. ഓക്കെ, ദാറ്റ് ഈസ് റെസിപ്രോസിറ്റി. ഇപ്പം ഡിറ്റർമിനൻസ് ഓഫ് കോപ്പറേഷനിൽ 3 കാര്യങ്ങളാണ്: റിവാർഡ് സ്ട്രക്ചർ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെസിപ്രോസിറ്റി. ദെൻ അടുത്തത് കോൺഫ്ലിക്റ്റ് ഇൻ എ ഗ്രൂപ്പ്. അപ്പൊ ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ കോൺഫ്ലിക്റ്റ് വരാം. അപ്പം എങ്ങനെയാണ് നമ്മളൊരു ഗ്രൂപ്പിൽ കോൺഫ്ലിക്റ്റ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് കോൺഫ്ലിക്റ്റ് ഗ്രൂപ്പിൽ വരുമ്പോൾ? ഇപ്പൊ കോൺഫ്ലിക്റ്റ് ഇസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ perceive that others have taken or might take an action that is incompatible with our own interest. അപ്പം എൻ്റെ ഇൻട്രസ്റ്റിനോട് ചേരാത്ത രീതിയിൽ അല്ലെങ്കിൽ യോജിക്കാത്ത രീതിയിലുള്ള ഡിസിഷൻ അവർ എടുക്കും അല്ലെങ്കിൽ എടുത്തു എന്ന് നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥയിലാണ് കോൺഫ്ലിക്റ്റിന്റെ സാധ്യത. ആൻഡ് കോൺഫ്ലിക്റ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം കോമ്പറ്റീഷൻ ഇൻ എ വേ ദാറ്റ് കോൺഫ്ലിക്റ്റ് ഇസ് ജസ്റ്റ് എ പെർസെപ്ഷൻ. അപ്പൊ എൻ്റെ ഒരു പെർസെപ്ഷൻ ആണ്, മേ ബി അത് റിയൽ ആവണമെന്നില്ല. ഓക്കെ, അത് മറ്റുള്ളവർ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ചെയ്യും എന്ന് ഞാൻ പെർസീവ് ചെയ്യാണ്. വേർ ആസ് കോമ്പറ്റീഷൻ ഇൻക്ലൂഡ്സ് എ ബിഹേവിയറൽ കമ്പോണന്റ്. അപ്പൊ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പെർസെപ്ഷൻ ആണ്, അത് അങ്ങനെ ആവാം അല്ലെങ്കിൽ ആവാതിരിക്കാം, പക്ഷെ എന്തായാലും എൻ്റെ ഒരു ചിന്തയിൽ അത് വരികയാണ്. പക്ഷെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബിഹേവിയറൽ കമ്പോണന്റ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ എന്താണ് കോൺഫ്ലിക്റ്റിന്റെ കാരണങ്ങൾ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും? ഒന്ന്, ഫോൾട്ടി ആട്രിബ്യൂഷൻ. അതായത് ഞങ്ങളുടെ തോൽവിയുടെ കാരണം നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ തോൽവിയുടെ നിങ്ങൾ ജയിച്ചതിന്റെ കാരണം നിങ്ങൾ അവിടെ എന്തെങ്കിലും കറപ്ഷൻ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രൈബറി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അത് നേടിയത്. അപ്പം ഇങ്ങനെ നമ്മൾ പറയുമ്പോഴാണ് അതിനെയാണ് നമ്മൾ ഫോൾട്ടി ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഫെയിലിയറിന്റെ കാരണം സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആണെന്നും നമ്മളുടെ മറ്റുള്ളവരുടെ സക്സസിന്റെ കാരണം അവര് അല്ലാത്ത രീതിയിൽ, ശരിയായ രീതിയിൽ അല്ല ശ്രമിച്ചത് എന്നുള്ള അങ്ങനെയുള്ള ഒരു തോട്ടിനെയാണ് നമ്മൾ ഫോൾട്ടി ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഫോൾട്ടി കമ്മ്യൂണിക്കേഷൻ. അപ്പം if someone is criticized for his or her action, then he or she may feel agitated and this may develop conflict with the person who has criticized. അപ്പൊ എന്നെ ഒരു അൺഹെൽത്തി ലെവലിൽ അൺജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ആൻഡ് ദാറ്റ് ഡെവലപ്പ് കോൺഫ്ലിക്ട്സ് എന്നാണ് പറയുന്നത്. അതാണ് ഫോൾട്ടി കമ്മ്യൂണിക്കേഷനിൽ സംഭവിക്കുന്നത്. ആൻഡ് ഫോൾട്ടി ആൻഡ് ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അത് മറ്റുള്ളവരെ നമുക്ക് സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അതായത് മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റിനെ സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അൾട്ടിമേറ്റ്ലി ആ ഒരു ഇംപ്രോപ്പർ ഓർ ഫോൾട്ടി കമ്മ്യൂണിക്കേഷൻ നമ്മളെ കോൺഫ്ലിക്റ്റിലേക്ക് എത്തിക്കുന്നു. And a tendency to consider our views are objective and closest to the reality while that of others are biased. അപ്പം മറ്റുള്ളവരുടെ ചിന്തകൾ ശരിയല്ല, മറ്റുള്ളവർ സെൽഫിഷ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, അവര് വേർതിരിവ് കാണിക്കുന്നു എന്ന നമ്മളുടെ ചിന്തയാണ് അപ്പം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളുടെ ചിന്തകൾ വളരെ ഒബ്ജക്റ്റീവ് ആണെന്നും വളരെ റിയലിസ്റ്റിക് ആണെന്നും നമ്മൾ ചിന്തിക്കുക. അപ്പം ഇതൊക്കെ കോൺഫ്ലിക്റ്റിന്റെ കാരണമാവാറുണ്ട്. ദെൻ other conflict causes എന്ന് പറയുന്നത് initially the poor performance of a group followed by the negative feedback may force the members to blame each other for a group failure. അപ്പം ഇനീഷ്യലി ഒരു പുവർ പെർഫോമൻസ് കാണുന്നു, അതിനുശേഷം ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൂടി കിട്ടുമ്പോൾ നമ്മൾ പറയും അവർ കാരനാണ് തോറ്റത് അല്ലെങ്കിൽ ഇവർ കാരനാണ് തോറ്റത്, പരസ്പരം നമ്മൾ ബ്ലെയിം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. ആൻഡ് ദാറ്റ് ജനറേറ്റ് കോൺഫ്ലിക്റ്റ് എമംഗ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ദെൻ എ ഫീലിംഗ് ഓഫ് ഡിപ്രിവേഷൻ ആൻഡ് ഡിസ്കണ്ടന്റ്മെന്റ്. അപ്പം നമ്മളെ വേണ്ട രീതിയിൽ വകവയ്ക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ തോന്നിക്കഴിയുമ്പോൾ നമുക്ക് ആ ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയം നമ്മൾ സ്വയമായിട്ട് നമ്മളെ ഒരു കോൺഫ്ലിക്റ്റിൽ ഇരുത്തുന്ന ഒരു അവസ്ഥ സംഭവിക്കാം. ദിസ് മേ ട്രിഗർ കോൺഫ്ലിക്റ്റ് ഇൻ ദം ആൻഡ് പെർസീവ്ഡ് ഇൻഇക്വിറ്റി വിത്ത് റെസ്പെക്ട് ടു വർക്ക്, ഷെയർ ആൻഡ് റിവാർഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരേ സാലറിയിൽ ഒരേപോലെ വർക്ക് ചെയ്യുന്ന അവസ്ഥ, ദെൻ അതുപോലെ തന്നെ ഒരേ പെർഫോമൻസിന്
ഒരേ രീതിയിലുള്ള റിവാർഡ്, ഒരേപോലെയുള്ള റിവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരുമ്പം കോൺഫ്ലിക്ട്സ് വിതിൻ ദ മെമ്പേഴ്സ്, ഗ്രൂപ്പ് മെമ്പേഴ്സ് കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ ഒരു ഇനിക്വിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഫ്ലിക്റ്റിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ദെൻ ഫീലിംഗ് ദാറ്റ് അതർ ഗ്രൂപ്പ് ഡസ് നോട്ട് റെസ്പെക്ട് ദ നോംസ് ഓഫ് അവർ ഗ്രൂപ്പ് മേ ഓൾസോ ലീഡ് ടു കോൺഫ്ലിക്റ്റ്. അതിന് നമ്മൾ ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. ഇൻട്ര അല്ല, ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. അപ്പൊ അതായത് മറ്റ് ഗ്രൂപ്പ് നമ്മളുടെ നോംസ് റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ അപ്പോഴും നമ്മൾ കോൺഫ്ലിക്റ്റിന്റെ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് കോസസ് എന്ന് പറയുന്നത്? ഒന്ന് faulty attribution, faulty communication, then we feel that our views are more objective and realistic, and we blame others as biased and selfish. Then initial poor performance plus negative feedback വരുമ്പോൾ that create conflict and that force the members to blame each other. Then a feeling of deprivation and discontentment. Then perceived inequity with respect to work share and reward distribution. Then എന്താണ് കോൺഫ്ലിക്റ്റിന്റെ ഒരു ഔട്ട്കം എന്താണ്? കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുക? കമ്മ്യൂണിക്കേഷൻ വീണ്ടും പുവർ ആവുന്ന, ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് കോൺഫ്ലിക്റ്റ് വരാം. അതിന് കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ വീണ്ടും പുവർ ആവാനുള്ള സാധ്യതയുണ്ട്. സോ പുവർ കമ്മ്യൂണിക്കേഷൻ, ദെൻ മിസ്ട്രസ്റ്റ്, ആളുകളെ വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു, ആളുകളെ സംശയിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നു, ദെൻ പല കാണേണ്ട സാഹചര്യങ്ങൾ വരുന്നു, ദെൻ നമ്മളുടെ പവർ കൂട്ടാനുള്ള ശ്രമങ്ങൾ വരുന്നു, ദെൻ മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നു, പിന്നെ ചെറിയ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി വരുന്നു. സോ ഫോർമേഷൻ ഓഫ് സബ് ഗ്രൂപ്പ്സ്, ആൻഡ് അത്തരത്തിലുള്ള സബ് ഗ്രൂപ്പ്സ് വീണ്ടും ഗ്രൂപ്പിനെ സെപ്പറേറ്റ് ചെയ്യാനും ഗ്രൂപ്പ് ഗോളിലേക്ക് എത്താനുള്ള ഒരു തടസ്സമായി നിൽക്കാനുള്ള പോസിബിലിറ്റിയും വരുന്നു. സോ ദീസ് ആർ സം ഓഫ് ദ ഔട്ട്കംസ് ഓഫ് കോൺഫ്ലിക്റ്റ്: poor communication, mistrust, suspicion, magnification, escalation, then effort to increase our own power and legitimacy over the other, then formation of subgroups. Then strategies for conflict resolution. എങ്ങനെയാണ് നമുക്ക് കോൺഫ്ലിക്റ്റിനെ കുറയ്ക്കാൻ സാധിക്കുക? കോൺഫ്ലിക്റ്റ് ഉണ്ടാവേണ്ട സാഹചര്യങ്ങൾ വരും, പക്ഷെ എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും? വാട്ട് ആർ ദ സ്ട്രാറ്റജീസ്? സോ സ്ട്രാറ്റജീസ് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ ഓർഡിനേറ്റ് ഗോൾ. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാർട്ടീസ് എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അവർ ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് ഈ ഒരു ഗോള് കിട്ടുള്ളൂ എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു സൂപ്പർ ഓർഡിനേറ്റ് ഗോൾ അവിടെ വന്നാൽ നമുക്ക് അവിടെ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എല്ലാവരും ഒരുമിച്ച് ഫങ്ഷൻ ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഗോളിലേക്ക് എത്തുള്ളൂ. അപ്പം ഓരോരുത്തരും അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഗോളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടും ഇന്റർ റിലേറ്റഡ് ആയിട്ടും നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ അവിടെ കോൺഫ്ലിക്റ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ദെൻ ഓൾട്ടറിങ് ദ പെർസെപ്ഷൻ, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ദെൻ അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യിപ്പിക്കുക മീഡിയ അപ്പീൽ വഴി. അപ്പോൾ അവരെ ആ ഒരു പെർസെപ്ഷൻ ചേഞ്ച് ചെയ്ത് കഴിയുമ്പം അതിന് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇൻക്രീസിങ് ഇന്റർ ഗ്രൂപ്പ് കോൺടാക്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന് ആയിട്ടുള്ള നമ്മുടെ കണക്ഷൻ കൂട്ടുക, അവരുടെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് കോൺഫ്ലിക്റ്റ് കുറയ്ക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് ഇൻക്രീസിങ് ഇന്റർ ഗ്രൂപ്പ് കോൺടാക്ട്, ബ്രിങ്ങിങ് ടുഗെദർ ബോത്ത് ദ പാർട്ടീസ്. അപ്പം രണ്ട് പാർട്ടീസിനെയും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് പാർട്ടീസ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്ന രണ്ട് പാർട്ടീസിനെയും ഒരുമിച്ച് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുക. സോ ദാറ്റ് ഈസ് ഇന്റർ ഗ്രൂപ്പ് കോൺടാക്ട്. Parties involved in a conflict on a neutral ground, task other than the conflict interest, and it may reduce the conflict. Then അടുത്തത് റീഡ്രോയിങ് ഗ്രൂപ്പ് ബൗണ്ടറീസ്. അപ്പം നമുക്കറിയാം റീഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പം ഈ ഗ്രൂപ്പിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യും. സോ ദാറ്റ് ഈസ് റീഡ്രോയിങ്. അപ്പം അങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ ക്രിയേറ്റിംഗ് കണ്ടീഷൻസ് ഇൻ വിച്ച് കോൺഫ്ലിക്റ്റിംഗ് പാർട്ടീസ് പെർസീവ് ദംസെൽസ് ആസ് പാർട്ട് ഓഫ് കോമൺ ഗ്രൂപ്പ്. അപ്പോൾ രണ്ട് ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പം രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയാണ്, പക്ഷേ നമ്മൾ അൾട്ടിമേറ്റ്ലി കേന്ദ്രത്തിലേക്ക് ചെന്ന് കഴിയുമ്പം ഇത് രണ്ടും ഒറ്റ ഒരു ഗ്രൂപ്പിന്റെ രണ്ട് പാർട്ടാണ് എന്ന് നമ്മളെ കൊണ്ട് പെർസീവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ അവിടെ ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് പാർട്ടീസിന് കോൺഫ്ലിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ
വേർതിരിച്ചിരുന്നിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. സോ themselves as a part of common group can redraw the group boundary and thus reduce the conflict. അപ്പം അവരെങ്ങനെയാണോ രണ്ട് ഗ്രൂപ്പിനെ വരച്ചത് അതിനെ നമ്മൾ റീഡ്രോ ചെയ്തിട്ട് ഒറ്റ പാർട്ടി എന്ന് പറയുന്ന ലെവലിലേക്ക് ആക്കുന്നു. ദെൻ നെക്സ്റ്റ് ഇസ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു മ്യൂച്വലി അക്സെപ്റ്റബിൾ ലെവലിലേക്ക്, ഒരു കോംപ്രമൈസ് ലെവലിലേക്ക് എത്തിക്കുക. So that is negotiation. So both parties undergoing conflict can be convinced to achieve a mutually acceptable solution. So such negotiation can help in reducing the conflict significantly. Then അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്ട്രക്ചറൽ സൊല്യൂഷൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാത്തിലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ അക്കോർഡിംഗ് ടു ദ നീഡ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ അക്കോർഡിംഗ് ടു ദ കോൺട്രിബ്യൂഷൻ, ദെൻ ഈക്വൽ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വാലിറ്റി അത് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്ട്രക്ചറൽ സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. ദെൻ അടുത്തത് റെസ്പെക്ട് ഫോർ അതർ ഗ്രൂപ്പ് മെമ്പേഴ്സ് നോംസ്. അപ്പം മറ്റു ഗ്രൂപ്പിലെ നോംസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്ട്രാറ്റജി ആയിട്ട് പറയണം. മെനി ടൈംസ് കോൺഫ്ലിക്റ്റ് എമംഗ് വേരിയസ് ഗ്രൂപ്പ്സ് അറൈസ് ഫ്രം ദ ഫീലിംഗ് ദാറ്റ് അതർ ഗ്രൂപ്പ് ഡസ് നോട്ട് റെസ്പെക്ട്. മറ്റു ഗ്രൂപ്പ് നമ്മുടെ ഗ്രൂപ്പിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ ആ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. അപ്പം അതിന് പകരം ആ റെസ്പെക്റ്റ് ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്ട്രാറ്റജീസിൽ പറയുന്നത് introduction of superordinate goal, altering perceptions, increasing intergroup contacts, redrawing group boundaries, then negotiations, then structural solutions, respect for other groups norms. Then അടുത്തത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇന്റർപേഴ്സണൽ ഇൻട്രാക്ഷൻ. ഒരു ഇന്റർപേഴ്സണൽ ഇൻട്രാക്ഷൻ ആണ് അവിടെ വരുന്നത്. അവിടെ ഒരു എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ്, ഐഡിയാസ്, ഇമോഷൻസ്, അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ സെൻഡർ റിസീവർ. ഒരു സെൻഡർ ഉണ്ടാവുന്നു, ഒരു റിസീവർ ഉണ്ടാവുന്നു, അവിടെ ഒരു മാറ്റർ ഉണ്ടാവുന്നു, ഒരു ചാനലും ഉണ്ടാവുന്നു. സോ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്മിഷൻ ആൻഡ് റിസെപ്ഷൻ ഓഫ് മെസ്സേജസ്. അപ്പോൾ ഒരു ട്രാൻസ്മിഷനും വരുന്നു, റിസീവും ചെയ്യുന്നു മെസ്സേജ്. ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അറ്റ്ലീസ്റ്റ് രണ്ടാളുകളിൽ ഉണ്ടാവണം, ഒരാൾ സെൻഡർ ദെൻ ഒരാൾ റിസീവർ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം അവിടെ ഒരു ആക്റ്റീവ് ആയിരിക്കും, ദെൻ കണ്ടിന്യൂസ് ആയിരിക്കും, റെസിപ്രോക്കൽ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഡൈനാമിക്, ഒരു പ്രോസസ്സ് അവിടെ വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് സ്റ്റാറ്റിക്. ദെൻ പല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ, അത് തന്നെ ഓറലും റിട്ടേണും വരുന്നുണ്ട്. ഓറൽ എന്ന് പറയുമ്പോൾ സ്പോക്കൺ വേർഡ് ആണ്. റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്, മെമ്മോസ്, ഓഫീസ് ഓർഡേഴ്സ്, ഇമെയിൽ, ഇൻസ്റ്റന്റ് മെസ്സേജസ്, വ്ലോഗ്സ് അങ്ങനെ. So these are two types of verbal communication. Then non-verbal communication എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നില്ല, അൺസ്പോക്കൺ ആയിട്ടുള്ള ക്ലൂസ്. ഫോർ എക്സാമ്പിൾ ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഹെഡ് നോഡിങ്, പോസ്റ്റർ, വേ ഓഫ് വോക്കിംഗ്, ഇതെല്ലാം ആണ് നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഒരേ സമയം നമ്മളുടെ വെർബലും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ പല രീതിയിലുണ്ട്. പാസീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, വളരെ ഷൈ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർ പാസീവായിട്ടുള്ള ലെവലിൽ ഐ കോണ്ടാക്ട് ഒക്കെ വളരെ ചുരുക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദെൻ അഗ്രസീവ് ലെവലിൽ അത് മറ്റുള്ളവരെ റിഗാർഡ് ചെയ്യാതെ, ഡിസ്റിഗാർഡ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ദെൻ ഇതിൻ്റെ രണ്ടും കൂടി മിക്സ് ചെയ്ത് പറയുന്നതാണ് പാസീവ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. വേണ്ട കാര്യങ്ങൾ വേണ്ടടുത്ത് വേണ്ട വ്യക്തിയുടെ അടുത്ത് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പല ബാരിയേഴ്സ് ഉണ്ടാവും. അതിന് ബ്ലോക്സ്, അതായത് നമ്മൾ ആ കറക്റ്റ് മെസ്സേജ് പോവാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മെസ്സേജ് നമ്മൾ എന്താ ഉദ്ദേശിക്കുക അത് അടുത്ത ആളിലേക്ക് എത്താതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ബാരിയേഴ്സ് പല രീതിയിലുണ്ട്. ഫിസിക്കൽ എൻവയോൺമെന്റൽ ബാരിയേഴ്സ് ഉണ്ട്. ഇംപ്രോപ്പർ ടൈമിൽ നമ്മൾ പറയുന്ന സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വരുമ്പം അതൊക്കെ ഒരു ഫിസിക്കൽ എൻവയോൺമെന്റൽ ബാരിയേഴ്സ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നതാണ് നമുക്ക് അത് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല, നമ്മൾ ഓൾറെഡി ബയസ്ഡ് ആയിട്ടിരിക്കുന്നു, മുൻവിധിയോടുകൂടി നമ്മൾ കാണുന്നു, ദെൻ അവരെ സംശയിച്ചിട്ട് കാണുന്നു, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ദെൻ ഫിയർ ഓഫ് ഫെയിലിയർ, ഇവാലുവേഷൻ ആങ്സൈറ്റി, പബ്ലിക് എംബ്രാസ്മെന്റ്, ഒബ്സസീവ് തോട്ട്സ് ഓഫ് ബീയിങ് ജഡ്ജ്ഡ് നെഗറ്റീവ്ലി ബൈ അതേഴ്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഇങ്ങനെയുള്ളത്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പ് ഫങ്ഷൻസ്, ഗ്രൂപ്പിൻ്റെ എഫക്റ്റീവ്നെസ്, ദെൻ അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. സോ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.